അത് പറ്റൂലല്ലോ, നല്ല സ്ട്രോങ് അല്ലേ. പോട്ടെ 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 പോട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാറ് കയറിയാലും പൊട്ടാത്ത ക്ലേ ആർട്ട്. പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വാസം വേണ്ട, ചെയ്ത് കാണിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലേ ആർട്ട് ഉണ്ടാക്കിയ മെറ്റീരിയലും പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതും അതിൻ്റെ ബേക്കിംഗ് ഓവനില്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതുമാണ്. ഈ ഒരു ക്ലേ ആർട്ട് ഞാൻ 5 വർഷം മുന്നേ ചെയ്തൊരു ആർട്ട് വർക്കാണ്. ഇതിപ്പോൾ ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല. എൻ്റെ ഓരോ ആർട്ട് വർക്കിലും മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ ഈ ഒരു ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ കൈകളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം ഈ ക്ലേ ഉപയോഗിക്കുമ്പോൾ. ഇതാണ് ക്ലേ, പോളിമർ ക്ലേ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതൊരു ബ്രാൻഡാണ്, സ്കൾപ്പിൻ്റെ പ്രിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ഇത് 2 ഔൺസാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്, അതായത് 57 ഗ്രാം. ഇതിന് ഏകദേശം വില വരുന്നത് 250 മുതൽ ഒരു 350 വരെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ബേക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര മിനിറ്റ് ബേക്ക് ചെയ്യണം, എത്ര ഡിഗ്രി ബേക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓവനില്ലാതെ ബേക്ക് ചെയ്യാനുള്ള ഒരു ട്രിക്കും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പാണ്, ഇത് കുറച്ചുകൂടി ഹാർഡാണ്. പിന്നെ ഇത് വേറൊരു കമ്പനി ഫിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിമോ സോഫ്റ്റ്. ഇതിൽ തന്നെ പല ടൈപ്പുണ്ട്. ഫിമോ സോഫ്റ്റ് ഉണ്ട്, ഹാർഡ് ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചത് ഈ ഒരു ബ്രാൻഡാണ്. പിന്നെ ഈ ഒരു ബ്രാൻഡ് ഇത് അത്ര എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. എല്ലാ ബ്രാൻഡിനും അതിൻ്റേതായ ടെമ്പറേച്ചറുണ്ട്, അത് അതിന്മേൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാക്കിലുള്ളത് 1 കൊല്ലം മുന്നേ ഓപ്പൺ ചെയ്ത ക്ലേ ആണ്. ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടാണ് നിൽക്കുന്നത്. അതൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ നമുക്ക് കുറച്ച് വാസലിൻ അതിൽ മിക്സ് ചെയ്യാം. എത്ര എടുത്തു വെച്ചാലും ഈ ഒരു ക്ലേ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഹാർഡായിട്ട് മാറുന്നില്ല. അപ്പോൾ ക്ലേ സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഞാൻ അതിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ARM ഫിലിമിലെ ആമയുടെ മോഡലാണ്. ക്ലേ കൂടുതൽ ചിലവാകാതിരിക്കാൻ ഉള്ളിൽ അലൂമിനിയം ഫോയിലാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മളുടെ സാമ്പിൾ മോഡൽ റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്കിംഗ് ചെയ്യണം. പെൻഡിങ്ങിൽ കുറേ വർക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നില്ല. പോളിമർ ക്ലേ ബേക്കിങ്ങിനെ കുറിച്ച് നിങ്ങളെ കാണിക്കാൻ മാത്രം ഒരു മോഡൽ ഉണ്ടാക്കിയെന്നുള്ളൂ. ബേക്കിംഗ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതുപോലെ ഒരു പീസ് വെക്കുന്നത് നന്നായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ ആർട്ട് ബേക്കായോ എന്നത് ഈ ഒരു പീസുമ്മൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നേരെ അടുക്കളയിലേക്ക്. അവിടെയാണ് ഇനി ബേക്ക് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാനാണ്, ഫ്രൈ പാന്. ഇത് ഒഴിവാക്കിയ ഒരു പഴയ പാനാണ്. പിന്നെ ഗ്യാസ് സ്റ്റൗ, പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ഒഴിവാക്കിയൊരു പാത്രം. എല്ലതും ഒഴിവാക്കിയത് എടുക്കുന്നത് നന്നായിരിക്കും. യൂസ് ചെയ്യുന്നത് എടുക്കുന്നത് ഒഴിവാക്കുക. ബേക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തായാലും എയർ സർക്കുലേഷൻ ആവശ്യത്തിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്ത് വെക്കുക. ഇത് കെമിക്കൽസ് ഹീറ്റായി പ്ലാസ്റ്റിക്കായി മാറുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് ശരീരത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് എയർ സർക്കുലേഷനും ഒഴിവാക്കിയ പാത്രങ്ങളും യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇനി സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. 15 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സൈസൊക്കെ പോളിമർ ക്ലേ ഈ ഒരു ഫ്ലെയിമിൽ 15 മിനിറ്റൊക്കെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഹീറ്റ് നല്ലവണ്ണം പോയതിന് ശേഷമേ ബേസിൽ നിന്ന് ഇത് ഇളക്കി മാറ്റാൻ പാടുള്ളൂ. ഹീറ്റോടുകൂടി ഇളക്കി മാറ്റുമ്പോൾ ഡാമേജുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട്. ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു, സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ബേക്കായോ എന്നറിയണ്ടേ? അതിനായിട്ട് കത്തി കൊണ്ട് ഒന്ന് ചുരണ്ടി നോക്കാം. ഇല്ലെങ്കിൽ കൂടെ വെച്ചിട്ടുള്ള ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് ബേക്കായ ഒരു പീസ് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫീലിംഗ് സാധാരണ ഒരു പ്ലാസ്റ്റിക് കട്ട് ചെയ്യുന്ന അതേപോലെ ആയിരിക്കും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ കാറ് കയറ്റിയുള്ള ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എത്രത്തോളം സ്ട്രോങ് ഉണ്ടെന്ന് അറിയാമല്ലോ. ക്ലേ കൊണ്ടുണ്ടാക്കിയ ഈ മിനിയേച്ചർ നമ്മൾ ഈ വണ്ടിൻ്റെ അടിയിൽ വെച്ച് പൊട്ടുമെന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഉറപ്പൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചെക്കിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനേതാ വണ്ടി എടുത്തോ. നമ്മൾ ഇതിൻ്റെ അടിയിലാണ്. ഓക്കെ, റെഡി. നേരെ വെക്കെടുത്തോ. അല്ല ഏതായാലും പ്രശ്നമില്ല. എടുത്തെടുത്തോ. ഇത് പറ്റില്ലല്ലോ, നല്ല സ്ട്രോങ് അല്ലേ. ഒന്ന് മുന്നോട്ടോ. ഒരു മിനിറ്റ്. അവനെ കിട്ടാം. പോട്ടെ. ഇല്ല, ഒന്നും പറ്റില്ല. ഇപ്പോൾ നമ്മളെ ഈ ക്ലേ ആർട്ട് ഒന്നും പറ്റിയിട്ടില്ല. വണ്ടി കയറിയിട്ട് പോലും ഇത്ര ഉറപ്പുണ്ട് ഇതിന്.
ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഒരു തോട് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പൊട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനേതേ ബാഗ് എടുത്തോ? ഇതിനേതേ അപ്പൊ ഇതിനൊന്നും പറ്റിയതില്ല. വേണ്ടില്ല, അത്രയും സ്ട്രോങ് ഉണ്ട് സാധനത്തിന്. കുറച്ചൊന്ന് ഉള്ളി പൊള്ളായതുകൊണ്ട് കുറച്ചൊന്ന് പരന്നേന്നുള്ളൂ. വേറെ ഡാമേജുകളൊന്നും പറ്റിയിട്ടില്ല. ഉണ്ടല്ലേ, ഈ മണ്ണ് തട്ടി കുറച്ച് ഡാമേജ് ഉണ്ട്. വേറെ ഇതൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യുക. പോളിമർ ക്ലേയിൽ ചെയ്ത കുറച്ച് വർക്കിൻ്റെ ഫോട്ടോസ് ലാസ്റ്റ് ഇടുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.